നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. 1 മണിക്കൂർ പോലും തികഞ്ഞില്ല. അതിനു മുമ്പേ പാറ്റകളുടെ സമരവും അവർ അവസാനിപ്പിച്ചു. ജന്തർ മന്ദർ വിട്ടോടി. കാരണം അല്ലാതെ വേറെ നിർവാഹവുമില്ല. മന്ത്രിയുടെ രാജിയായിരുന്നു ആവശ്യം. പക്ഷേ ഈ രാജി ആവശ്യപ്പെട്ട് ഒരു കൂട്ടം യുവാക്കൾ വന്നപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി വന്നവരുടെ ലക്ഷ്യം മൊത്തം നമ്മുടെ കശ്മീരിലെ ആർട്ടിക്കിൾ 370 ഉമർ ഖാലിദിന്റെ മോചനം, അങ്ങനെ ഒരുപാട് എല്ലാ ആവശ്യങ്ങളും കൂടെ അവിടെ കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് ഈ സമരത്തെ ഇട്ട് മൂടി അവസാനം വേറൊരു കൂട്ടർക്ക് FCR പിൻവലിക്കണം. അവരും റാലിയൊക്കെ നടത്തി ഈ സമരത്തിന് ഗ്യാപ്പിൽ കൂടി ഇടിച്ചു കയറാനുള്ള ഒരു സമയം. ഈ വെള്ള നൈറ്റി ഇട്ട കുറെ ആൾക്കാർ. ഇതിന് ശേഷമാണ്, അതായത് ഇത്തരമൊരു ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷമാണ് ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം, സമരമൊക്കെ തീർന്നതിന് ശേഷം വീണ്ടും ഈ ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം അധിക്ഷേപവുമായിട്ട് രൂക്ഷമായ അധിക്ഷേപമാണ് അല്ലേ? കാരണം രാജിവെച്ചു, കേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ട് രാജി വയ്പ്പിച്ചു. ശരി, ആയിക്കോട്ടെ, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയാണ് രാജിയെന്ന് അല്ല, അത് മറ്റൊരു വിഷയമാണ്. അതില് ഈ അധിക്ഷേപിക്കൽ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അതിലെന്തിനാണ് പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നതാണ് ചോദിക്കുന്നത്. പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അമ്മയെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വംശീയ അധിക്ഷേപവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യതയിലേക്ക് വീണ്ടും പ്രധാനമന്ത്രിയല്ല ആരായാലും ഒരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അധിക്ഷേപം തന്നെയാണ്. അല്ല, അത് ആര് ചെയ്താലും തെറ്റാണ്. മെയില് ചെയ്താലും ഫീമെയില് ചെയ്താലും ട്രാൻസ്ജെൻഡർ ചെയ്താലും തെറ്റ് തന്നെയാണ്. രാജ്യത്തൊരു നിയമമുണ്ട്. ആ നിയമത്തിന് എല്ലാവരും വിധേയരാണ്. ആ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഞാൻ പുരുഷനാണ്, അല്ലെങ്കിൽ ഞാൻ സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ് എനിക്ക് നിയമത്തിൽ ഇളവൊന്നുമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇത് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ രഞ്ജിനി ഹരിദാസിൻ്റെ മേക്കപ്പ് അസിസ്റ്റൻ്റ് ആണെന്ന് പറയുന്നു. അവർ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വ്യക്തമല്ല, ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നു. അവർ തന്നെ അതൊരു വീഡിയോയിൽ വെളിപ്പെടുത്തി. ഞാൻ ട്രാൻസ്ജെൻഡറാണ്, എന്നെ തൊട്ട വിവരം അറിയും, പോലീസിങ് വന്നാൽ പോലീസിനെ ഞാൻ പാഠം പഠിപ്പിക്കും എന്നൊക്കെ അവർ പറയുന്ന കേട്ടു. ഇവരെയും കൊണ്ടാണല്ലോ. അതെ, ഇവരെയും കൊണ്ടാണ് സമരത്തിന് പോയിരുന്നത്. ഇവർ ശരിക്കും മലയാളിയല്ല, ആസാമിയാണ്. പിന്നെ ഇവരുടെ പേര് ജാൻ മോണി, അങ്ങനെയാണ്. ജാൻ മണി എന്നും പറയുന്നുണ്ട് ചാനലുകൾ, പക്ഷെ ജാൻ മോണി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ പിന്നെ പ്രധാനമന്ത്രിയുടെ ജനനം 1950-ലാണ്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ അച്ഛൻ മരിച്ചത് 1947-ലാണ്. അതായത് ഹീരാബെന്നിൻ്റെ ഭർത്താവ് ദാമോദർ മൂൽദാസ് മോഡി, നരേന്ദ്രമോദിയുടെ അച്ഛൻ, അദ്ദേഹം മരിച്ചത് 1947. അപ്പോൾ 3 വർഷത്തെ ഗർഭം അമ്മ വഹിച്ചോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. വളരെ മോശകരമായ, ആരെക്കുറിച്ചും നമ്മളിപ്പോൾ നമുക്ക് രാഷ്ട്രീയമായിട്ട് ഇന്ന ആളിനോട് എതിരുണ്ട്, എനിക്ക് BJP-യോട് എതിരുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കോൺഗ്രസിനോട് എതിരുണ്ട്, എനിക്ക് CPM-നോട് എതിരുണ്ട് എന്ന് പറഞ്ഞ് അതിലെ നേതാക്കളെ നമുക്ക് ആശയപരമായിട്ട് വിമർശിക്കാം. അവരുടെ തെറ്റുകളെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാം. അത് ശരിയോ തെറ്റോ ആകട്ടെ, അത് ചോദ്യം ചെയ്യാം, അതിനെ വിമർശിക്കാം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആ സ്വാതന്ത്ര്യമൊന്നും ആരും കൈകടത്തത്തില്ല. പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മളൊരാളെ ആക്ഷേപിക്കുക, ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അമ്മ തുടങ്ങിയ ആൾക്കാരെ, അവരുടെ കുലത്തെ, കുടുംബത്തെ ഒക്കെ ആക്ഷേപിക്കുക, അത് ഒരു ശരിയായ കാര്യമല്ല. അതുപോലെ തന്നെ നമ്മൾ പിന്നെ രമേശ് ചെന്നിത്തല, അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശൻ, ഇവിടെ തന്നെ അദ്ദേഹം പിന്നെ ദാമോദര മേനോൻ്റെ മകൻ സതീശൻ, വടശ്ശേരി ദാമോദര മേനോൻ്റെ മകൻ സതീശൻ എന്ന് പറഞ്ഞപ്പോൾ അതിനെന്തൊരു ട്രോളായിരുന്നു. അതൊക്കെ ഒരു അപരിഷ്കൃത സമൂഹത്തിന്റെ സ്വഭാവമാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഇനി അല്ല, ഇപ്പോൾ ഞാൻ പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര് കൂടെ ചേർത്ത് പറഞ്ഞു. എൻ്റെ പാസ്പോർട്ട് എടുത്താൽ ആ പാസ്പോർട്ടിൽ എൻ്റെ പേരിൻ്റെ അപ്പുറത്ത് എൻ്റെ ഇൻഷ്യലുകളുണ്ട്. ആ ഇൻഷ്യലുകളെ വിസ്തരിക്കും അല്ലേ? അപ്പോൾ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും പേര് അതിനകത്ത് വരും. അങ്ങനെയാണ് എൻ്റെ ഒക്കെ ഇൻഷ്യൽ, അങ്ങനെയാണ്. അപ്പോൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് അതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല. നമ്മൾ പ്രബുദ്ധരാണ്, അറിവുണ്ട് എന്ന് പറയുന്ന മലയാളി ഈ കാര്യത്തിലൊക്കെ ഇനി ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇവിടെ മലയാളി അല്ല, ഒരു ആസാമിൽ നിന്ന് വന്ന ഒരാളാണ് പിന്നെ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോക്കൂ, പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചത് പോട്ടെ, ഇത് അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അമ്മയെയും അച്ഛനെയും, അദ്ദേഹത്തിൻ്റെ അച്ഛൻ 1989-ലാണ് മരിക്കുന്നത്. അന്ന് നരേന്ദ്രമോദിക്ക് 39 വയസ്സുണ്ട്. അച്ഛന് ബോൺ ക്യാൻസർ ആയിരുന്നു, ചികിത്സിച്ചു, അതിനുശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്.
നമ്മൾ ഗൂഗിളിൽ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ, വിക്കിപീഡിയ നോക്കിയാൽ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. നരേന്ദ്രമോദി എന്ന് അടിച്ചു കൊടുത്ത 100 സൈറ്റുകളുണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിലേക്കെല്ലാം സെർച്ച് എഞ്ചിൻ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ ഇത്രയും ഇതായിട്ടുള്ളൊരു വിഷയത്തിൽ ഇങ്ങനെ വളരെ നിരുത്തരവാദപരമായിട്ട്, വളരെ അപരിഷ്കൃതമായിട്ട് ഒരു എന്താ പറയുക, വളരെ മോശമായ, അതിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളൊന്നുമില്ല. അത്ര തരം താഴ്ന്ന, നിലവാരമില്ലാത്ത, നെറികെട്ട ഒരു സംസാരവുമായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. എന്നിട്ട് പറയണം ഞാൻ ട്രാൻസ്ജെൻഡറാണ്, എന്നെ ആരും തൊടത്തില്ല. ഇതൊക്കെ ആരാ ഇവരോട് പറഞ്ഞു കൊടുത്തത്? ട്രാൻസ്ജെൻഡർക്ക് ഈ രാജ്യത്തെ നിയമം, ഭരണഘടന അനുസരിക്കണ്ടേ? ഭരണഘടന അനുസരിക്കേണ്ടെന്ന് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവർക്ക് പ്രിവിലേജ് ഉണ്ടെന്നേ ഉള്ളൂ. ചില അല്ല അവരെ, അതായത് കോളം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അല്ല, അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പട്ടികജാതി പട്ടികവർഗ പീഡന നിയമം, ഇപ്പം നമ്മൾ നമ്മൾ ജനറൽ കാറ്റഗറിയിലുള്ളവരുണ്ട്, പിന്നെ OBC കാറ്റഗറിയിലുള്ളവരുണ്ട്. ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും വഴക്കോ, ക്രിമിനൽ കേസ് വരുമ്പോഴാണ് വഴക്കോ ഇതൊക്കെ അടിപിടിയൊക്കെ നടക്കുമ്പോൾ സാധാരണ CRPC, ഇപ്പോഴും ഭാരതീയ ന്യായ സംഹിത, BNSS ഒക്കെയാണ് ഇപ്പോൾ ഇടുന്നത്. നേരത്തെ CRPS, IPC ഒക്കെയാണ് ഇട്ടിരുന്നത്. പക്ഷേ അതിൽ ഒരാൾ പട്ടികജാതിക്കാരനാകുമ്പോൾ, ഒരാൾ പട്ടികവർഗക്കാരനാകുമ്പോൾ കേസിൻ്റെ സ്വഭാവം മാറി. അവർ ഒരു അവശ്യ വിഭാഗമാണ്. അവർ സമൂഹത്തിൽ പിന്നാക്കം തള്ളപ്പെട്ടു പോയവരാണ്. ഒരു കാലത്ത് ജാതിയുടെ പേരിൽ ഈ അയിത്തവും അനാചാരങ്ങളും ഒക്കെ നിലനിന്ന കാലത്ത് അവരെ സമൂഹത്തിൽ പിന്നിലേക്ക് ഒതുക്കപ്പെട്ടവരാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്. അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാനും അവർക്ക് സംരക്ഷണം കൊടുക്കാനും അവർക്ക് പഠിച്ച് വളർന്ന് ഉയർന്ന് മറ്റുള്ളവരെ പോലെ സമൂഹത്തിൻ്റെ ഏറ്റവും മുന്നിലേക്ക് വരാനും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ ഭരണഘടനയിൽ തന്നെ അത് വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇതിന് വേണ്ടുന്ന നിയമങ്ങളും വകുപ്പുകളും ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കിയപ്പോഴാണ് ഈ കാര്യം പിന്നീട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ ഒരു സംരക്ഷണം ട്രാൻസ്ജെൻഡറുകൾക്കുണ്ട്. കാരണം ഇത് വളരെ ന്യൂനപക്ഷമാണ്. വളരെ കുറച്ച് ആൾക്കാർ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒക്കെ ഇങ്ങനത്തെ ഒരു മൂന്നാം ലിംഗം എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരുന്നു. അപ്പോൾ ഇത് പണ്ടും ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പോലും ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അപ്പോൾ അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്, അത് രചിക്കപ്പെട്ട കാലത്തും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ഒരു സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചില നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ പുറത്ത് കുതിര കയറാൻ പറ്റില്ല, അതാർക്കും സാധിക്കില്ല. ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം 145 കോടി മനുഷ്യരുടെ പ്രതിനിധിയാണ്, ഇന്ത്യൻ പൗരന്മാരുടെ പ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കുക, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക, അതൊക്കെ അതിനൊന്നും ഒരു ജനാധിപത്യത്തിൽ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അപമാനിക്കുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അപമാനിക്കുക, അദ്ദേഹത്തിൻ്റെ അമ്മയെ അപമാനിക്കുക, അച്ഛനെ അപമാനിക്കുക, അത് അക്ഷന്തവ്യമാണ്, ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ഏത് ട്രാൻസ്ജെൻഡർ ചെയ്താലും അതിന് ഇന്ത്യൻ ശിക്ഷാ നിയമം എന്താണോ ആ വിഷയത്തിൽ പറയുന്നത് ആ വകുപ്പ് ചുമത്തി കേസെടുക്കുക തന്നെ വേണം പോലീസ്. അത് കേസ് ഇവിടം കൊണ്ട് തീരുമോ എന്നുള്ളതാണ്. കേരളത്തിൽ കേസെടുത്തത് കൊണ്ട് മാത്രം അത് തീരും എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഡൽഹിയിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും അതിനെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വളരെ മോശമായ രീതിയിൽ അതിനെ ആക്ഷേപിച്ചു. എന്നിട്ട് അത് ന്യായീകരിച്ചുകൊണ്ട് ഞാൻ ട്രാൻസ്ജെൻഡറാണ്, എന്നെ ആരും തൊടില്ല, പോലീസ് വന്നാൽ ഞാൻ അങ്ങനെ ചെയ്യും, പോലീസിനെ അടിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തൊക്കെ വിവരക്കേടുകളാണ് വിളിച്ച് പറയണമെന്ന് നമുക്കത് കേട്ടാൽ ആശ്ചര്യം തോന്നും. അതുപോലെ തന്നെ പിന്നെ അവർ പറയുന്നത് എന്നെ തൊട്ട കടപ്പുറം ഇളകി വരും എന്നാണ് പറയുന്നത്. കടൽത്തീരം ഇളകി വരും, അതായത് കടൽ തീരത്ത് താമസിക്കുന്ന ഈ മത്സ്യബന്ധനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വിഭാഗത്തിലുള്ള ജനങ്ങൾ ഇളകി വരും എന്നൊക്കെയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു അവർക്കാർക്കും ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ ട്രാൻസ്ജെൻഡറിനെ അറിയത്തുപോലുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അതും നമ്മുടെ ലോകം മുഴുവനും ആദരിക്കുന്ന ഒരുപാട് രാഷ്ട്രത്തലവന്മാർ ഇതെൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ ആത്മസുഹൃത്താണ്, ഇതെൻ്റെ ജ്യേഷ്ഠനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആദരിക്കുകയും അതിലൂടെ പിന്നെ ഒരു നല്ല ബന്ധം അദ്ദേഹവുമായിട്ട് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം എല്ലായിടത്തും സ്വീകരിക്കപ്പെട്ടത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാളിനെ ഈ തരത്തിൽ, അതും അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ വയോവൃദ്ധയായി പിന്നെ തൻ്റെ മകൻ്റെ ഉയർച്ചയെല്ലാം കണ്ട ഒരമ്മ,
ആ അമ്മ വളരെ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ അമ്മയെ ഏതാനും ദിവസം കൊണ്ടുവന്ന് അദ്ദേഹം പിന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടെ താമസിപ്പിച്ചതും എന്നിട്ട് തിരിച്ചു കൊണ്ടുപോയി ആക്കിയതും. ആ അമ്മ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ ഇപ്പോഴും നമുക്കറിയാമല്ലോ, ഈ നരേന്ദ്രമോദിയുടെ സഹോദരങ്ങളൊക്കെ ഇപ്പോഴും സാധാരണ മനുഷ്യരാണ്. ഇപ്പോൾ പലരും, ഒരാൾ റേഷൻ കട നടത്തി ജീവിക്കുന്നു, ഒരാൾ വേറൊരു ചെറിയ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നു, ഒരാൾ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. ഇതൊക്കെ നോക്കൂ, പ്രധാനമന്ത്രിയായ ഒരാളിൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെയാണോ കഴിയേണ്ടത് അല്ലെങ്കിൽ കഴിയുന്നത് എന്ന് നമുക്ക് ആശ്ചര്യപ്പെടും, നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെ വഴിവിട്ട ഒരു സഹായവും. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു, അതിനു മുമ്പ് BJP-യിലുണ്ടായിരുന്നു. BJP-യുടെ എത്രയോ വർഷം BJP ഗുജറാത്ത് 90-കൾ തൊട്ട് BJP ഭരിക്കുകയാണ് ഗുജറാത്ത്, അല്ലേ? ആ ഭരണത്തിൽ പോലും തൻ്റെ കുടുംബത്തിന് അദ്ദേഹം വഴിവിട്ട ഒരു സഹായവും ചെയ്തിട്ടില്ല. അപ്പോൾ കുടുംബത്തിന് വേണ്ടിയിട്ട് യാതൊന്നും അദ്ദേഹം സംഭാവന ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആ കുടുംബത്തെ, സഹോദരൻ്റെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന സഹോദരങ്ങൾ, അതാണ് ആ കുടുംബത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരവിടെ ചെന്ന് എല്ലാ പ്രോട്ടോക്കോളും മാറ്റി വെച്ചിട്ട് അദ്ദേഹം ആ ചടങ്ങിൽ പങ്കെടുത്തത്. എന്നിട്ട് അത് എങ്ങനെയാണ്, അതൊന്നും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്തയാകാൻ അദ്ദേഹം സമ്മതിച്ചില്ല. പിന്നീട് അതൊക്കെ ഈ യൂട്യൂബിലും മറ്റുമൊക്കെയാണ് വന്ന് നമ്മളത് കാണുന്നത്. വളരെ കുറച്ച് ഭാഗങ്ങളെ സ്വകാര്യ വിഷയങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കുടുംബത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് അത് വളരെ ഗുരുതരമായ, അത് ഒരിക്കലും മാതൃകാപരമായ നടപടി വേണം. ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്, ഇത് നാളെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കുടുംബത്തെക്കുറിച്ച് നമുക്ക് അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ, അവരുടെ പ്രവൃത്തിയെ നമുക്ക് വിമർശിക്കാം, ചോദ്യം ചെയ്യാം, അത് ഒരിക്കലും തെറ്റല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് പിണറായി വിജയൻ എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും അച്ഛനെയും, മരിച്ചുപോയ ആൾക്കാരാണ്, അവരെയൊക്കെ നമ്മൾ ആക്ഷേപിക്കുന്നത് അത് കടുത്ത അനീതിയാണ്, അങ്ങേയറ്റത്തെ തെറ്റാണ്, ഒരു സംശയം. ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ യശശരീരനായ EK നയനാർ, K കരുണാകരൻ തുടങ്ങിയ അവരോട് നമുക്ക് വിയോജിക്കാം, അവരുടെ ആശയങ്ങളോട് വിയോജിക്കാം, അവരുടെ പ്രവൃത്തിയോട് വിയോജിക്കാം. പക്ഷേ അവരെ വ്യക്തിഹത്യ ചെയ്യാൻ നമുക്ക് യാതൊരു റൈറ്റുമില്ല, അധികാരവുമില്ല, അവകാശവുമില്ല. രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വിമർശിക്കാം, രാഷ്ട്രീയപരമായിട്ട് നമുക്ക് അതെ അവരുടെ പ്രവൃത്തിയെ നമുക്ക് വിമർശിക്കാം, അതൊക്കെ ചെയ്യാം. എനിക്ക് വിയോജിപ്പുണ്ട്. പിന്നെ ഇദ്ദേഹം ചെയ്ത പ്രവൃത്തി തെറ്റാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാന്യമായ ഭാഷയിൽ മര്യാദയോടുകൂടി പറയാം, അത് ജനം അത് കേൾക്കും. അതിന് പകരം ഈ പിന്നെ ഈ ട്രാൻസ്ജെൻഡർ പറഞ്ഞതുപോലെ, നമുക്ക് പെട്ടെന്ന് ഈ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ എന്നേ വരുള്ളൂ. ഈ ട്രാൻസ്ജെൻഡർ പറഞ്ഞതുപോലെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നത്, അപമാനിക്കുന്നത്, അതും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മരിച്ചുപോയ, ഒരു വളരെ വൃദ്ധയായി മരിച്ചുപോയ ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തെ ചോദ്യം ചെയ്യുകയാണ്. നോക്കൂ, അവരുടെ ഭർത്താവ് മരിച്ച് 3 വർഷം കഴിഞ്ഞാണ് ഈ മകൻ ജനിച്ചത് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ത്രീയുടെ പാതിവൃത്യത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിൽ, നമ്മുടെ ഭാരതീയ പാരമ്പര്യവും പൈതൃകവും അനുസരിച്ച് നമ്മൾ പാതിവൃത്യത്തിനും ഏകപത്നി വ്രതത്തിനും ഒക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അങ്ങനെ അല്ലാത്ത പല സംഭവങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്, ചരിത്രത്തിലുണ്ട്, പുരാണങ്ങളിലുണ്ട്, ഇതിഹാസങ്ങളിലുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ നമ്മൾ ഈ ഭാര്യാഭർത്തൃ ബന്ധം, കുടുംബം എന്നൊക്കെ പറയുന്നതിന് വലിയ വില കൊടുക്കുന്നവരാണ്. അങ്ങനൊരു സംസ്കാരമാണ് നമുക്കുള്ളത്. ആ സംസ്കാരത്തിൻ്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയിരിക്കുകയാണ് ഈ ട്രാൻസ്ജെൻഡർ. ഒരു കാരണവശാലും ഇവരോട് ക്ഷമിക്കരുത്. ഇവർക്ക് അർഹിക്കുന്ന ശിക്ഷ, നിയമം അർഹിക്കുന്ന ശിക്ഷ ഇവർക്ക് കൊടുക്കണം. അതൊരു മാതൃകയായി തീരണം ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും. ഞാൻ ട്രാൻസ്ജെൻഡറാണ്, ഞാൻ സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാൻ പുരുഷനാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം, എന്തും പറയാം, നോ, അതിനൊരിക്കലും അനുവദിക്കരുത്. ഏറ്റവും അർഹിക്കുന്ന ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അതൊരു വലിയ ഗുരുതരമായ ഒരു തെറ്റാണ്, ഒരു വളരെ മോശപ്പെട്ട മാതൃകയായി അത് മാറും. അതിനെ മാതൃക എന്ന് പോലും പറയാൻ പറ്റില്ല, അതൊരു മോശപ്പെട്ട കീഴ്വഴക്കമായിട്ട് അത് മാറും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടി ഈ കാര്യത്തിൽ പറയാനുണ്ട്. സ്വാഭാവികമായിട്ടും BJP-ക്കാരെ ഇളകും. അപ്പോൾ BJP-ക്കാരെ ഇളകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്, ഈ ട്രാൻസ്ജെൻഡർ. അതുമാത്രമല്ല, ഇവരെ സപ്പോർട്ട്, ഈ ട്രാൻസ്ജെൻഡർമാർ ധാരാളം പേര് BJP-യിലും ഉണ്ട്. അവർ BJPക്ക് അതിന് തന്നെ ഒരു വിങ്ങുണ്ട്. എനിക്ക് തോന്നുന്നത് വേറെ പിന്നെ CPM-നോ കോൺഗ്രസ്സിനോ ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ BJP, കാരണം BJPയുടെ സർക്കാർ ഇരുന്ന കാലത്താണ് ഇവരെ സംരക്ഷിക്കാനുള്ള ചില നിയമങ്ങളൊക്കെ കൊണ്ടുവരികയും അതിനകത്ത് ചില ഭേദഗതികളൊക്കെ വരുത്തുകയൊക്കെ ചെയ്ത് കുറച്ചുകൂടെയൊക്കെ കഠിനമായി നിയമങ്ങൾ കുറെ കൂടെ കർക്കശമാക്കിയത് BJP വന്നതിന് ശേഷമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടുതൽ വശങ്ങൾ ഇപ്പോൾ എനിക്ക് ഓർമ്മയിലില്ല. മുമ്പത് നമുക്ക് ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതും വായിക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും ഇവർ
BJP-ക്കാരെ ആകെ കൊണ്ട് ഇളകിയിരിക്കുകയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJP-ക്കുള്ളിൽ പല സ്വഭാവത്തിലുള്ള ആൾക്കാരുണ്ടാകും. വളരെ ആവേശപൂർവ്വം എടുത്തിയാടി പെട്ടെന്ന് സാഹസം പ്രവർത്തിക്കുന്നവരുണ്ടാകും, വളരെ പക്വതയോടുകൂടി നിയമത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുണ്ടാകും, അല്ലേ? അപ്പോൾ ഇതിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആര് സമാധാനം പറയും? ഇതിന് ലോ ആൻഡ് ഓർഡർ തകരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട. ഇതുപോലെയുള്ള ട്രാൻസ്ജെൻഡറുകളെ കൈ കിട്ടിയാൽ ചിലപ്പോൾ ഉപദ്രവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പോലീസിന് ഓരോ ട്രാൻസ്ജെൻഡറിനും സംരക്ഷണം കൊടുത്ത് നടക്കാൻ പറ്റുമോ? ഈ 145 കോടി മനുഷ്യർ ഇവിടെ ഉണ്ട്. ഓരോ മനുഷ്യർക്കും ഓരോ പോലീസുകാരനെ വീതം സംരക്ഷണം കൊടുക്കാൻ പറ്റുമോ? അല്ല. അപ്പം നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് ഒരു എന്താ പറയുക, നമുക്ക് ബോധം വേണം ശരിതെറ്റുകളെക്കുറിച്ച്. അങ്ങനെ തിരിച്ചറിഞ്ഞ് പെരുമാറണം. സമൂഹത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, ഇടപഴകുമ്പോൾ, പെരുമാറുമ്പോൾ ഒക്കെ അത് ആവശ്യം. ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് അവിടെ തലേ കയറുകയും വേണം. അതെ, കാര്യമുള്ളൂ. നമ്മളിതിപ്പോ ഇവിടെ ഇരുന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. അല്ല, അവർക്ക് അംഗീകരിക്കാൻ അതൊരു പഴയ ചൊല്ലുണ്ട്, ഞാൻ അതിപ്പോ പറയുന്നില്ല. അത് ചിലപ്പോൾ കിട്ടേണ്ടത് കിട്ടിയാലേ ചിലർക്ക് മനസ്സിലാവുള്ളൂ. അത് പിന്നെ കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും എന്നൊരു ചൊല്ലുണ്ടല്ലോ മലയാളത്തിൽ. അങ്ങനെയൊക്കെ നമുക്കതിനെ അതെ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ഈ കാര്യത്തിൽ ഒരു കാരണവശാലും നിയമം അറച്ചു നിൽക്കരുത്. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ വേണം. ഇനി ഒരു രാഷ്ട്രീയ നേതാവിനെയും ഒരു പൊതുപ്രവർത്തകനെയും ഇത്തരത്തിൽ അപമാനിക്കുന്ന, അത് കേരളത്തിൽ ആക്ഷേപിക്കുന്ന ഒന്ന് പ്രബുദ്ധ കേരളം എന്നാണ് നമ്മൾ പറയുന്നത്. പ്രബുദ്ധ കേരളം. ആ പ്രബുദ്ധ കേരളത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതും എവിടുന്നോ വന്ന ഒരു സ്ത്രീ, ആസാമിൽ നിന്ന് വന്ന ഒരു ട്രാൻസ്ജെൻഡർ. അവർ ഇവിടെ അതൊരു കാര്യമുണ്ട്, ഈ പിന്നെ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാമാ സൗരഭ്യം എന്നൊരു ചൊല്ലുണ്ട്. അപ്പം പിന്നെ കൂട്ടുകൂടുന്നവരുടെയൊക്കെ ഒരു യോഗ്യതയും അവരുടെ സ്വഭാവ സവിശേഷതകളും ഒക്കെ ഇതിനകത്തും ഒക്കെ വരും. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇവരുടെ സുഹൃത്ത് എങ്ങനെയാണ് ഇതിലൊക്കെ വന്നിട്ട് ചില ആൾക്കാരെ പച്ചത്തെറി വിളിക്കുന്നത് വരെ നമ്മൾ കണ്ടതും കേട്ടതുമാണ്. പച്ചത്തെറി. ഇതിൻ്റെയൊക്കെ വീഡിയോ ഇപ്പോഴും ലഭ്യമാണ് യൂട്യൂബിൽ. അപ്പോൾ അതുകൊണ്ട് ഇവരിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇതൊരു കീഴ്വഴക്കമാകാൻ പാടില്ല. ഇത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഒരു കാരണവശാലും ഇത് അനുവദനീയമല്ല. ഇതിനെ നിയമം മൂലം വളരെ കർക്കശമായ നടപടികളിലൂടെ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഏവരുടെയും അഭിപ്രായം.